Hi, hello everyone. Once again, welcome back to Joe Fitness Nutrition official YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പ്രഗ്നൻസി പീരീഡിൽ ഫോളോ ചെയ്യേണ്ട ഡയറ്റിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും ഭയങ്കര കൺഫ്യൂസിങ് ആകുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, എന്തൊക്കെ കഴിക്കാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാം, അങ്ങനെ കുറേ ഡൗട്ടുകൾ വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡയറ്ററി മാനേജ്മെന്റിൽ ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ എൻ്റെ ഒരു 7th മന്ത് പ്രഗ്നൻസി പീരീഡിലൂടെയാണ് ഇപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിലൂടെയാണ് ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഒരു 3rd ട്രൈമസ്റ്ററിലാണ്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസൂടെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 3 ട്രൈമസ്റ്റേഴ്സ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ മന്തിലും എല്ലാ ട്രൈമസ്റ്റേഴ്സിനും 3 മന്ത് വരുന്ന രീതിയിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്റ്റേജിലും ബേബിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ് ഇതെല്ലാം നടക്കുന്നുണ്ട്. അപ്പൊ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ ബോഡി ഒരുപാട് ചേഞ്ചസിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ പ്രഗ്നൻസി എന്ന് പറയുന്നത് തന്നെ ഒരു ബ്ലെസ്സിങ് ആണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഫേസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ തന്നെ പുതിയ മദർ ആകാൻ പോകുന്നവർ, അല്ലെങ്കിൽ ആ ഒരു മദർഹുഡ് അതിലേക്കൊക്കെ പോകുന്ന ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു ബ്ലെസ്ഡ് പീരീഡ് ഓഫ് ടൈമിംഗ് ആണ്. അത് ശരിക്കും നമുക്ക് ലൈഫിൽ റെയറായിട്ട് മാത്രം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് ആണ്. അപ്പോൾ അത് ആ ഒരു ടൈം പീരീഡ് മാക്സിമം അതിൻ്റെതായ രീതിയിൽ എൻജോയ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. അതാണ് എനിക്ക് ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ള കാര്യം. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ ഒരു പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 മന്ത്സ് ബിഫോർ ആയിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. അതാണ് ബേസിക് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, ഓൾമോസ്റ്റ് ആൾക്കാർ വർക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ പല ലൈഫ് സിറ്റുവേഷനിൽ കൂടെ പോകുന്നവരായിരിക്കാം. അപ്പൊ പെട്ടെന്ന് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രഗ്നൻസിനെക്കാട്ടിൽ എപ്പോഴും നല്ലത് ഒരു പ്രിപ്പയർഡ് പ്രഗ്നൻസിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബേബിനെ കിട്ടാനും ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫേസിൽ നമുക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 3 മന്ത്സ് ബിഫോർ ആയിട്ട് ഒരു ഡോക്ടർ, അതായത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കൺസൾട്ട് ചെയ്തിട്ട് നമ്മൾ ബേസിക് വൈറ്റമിൻസ് ആണ് ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ ഫോളിക് ആസിഡ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബേസിക് ന്യൂട്രിയൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രഗ്നൻസി ഫേസിൽ. ഈ നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ശ്രദ്ധിക്കുക. ഓൾമോസ്റ്റ് ഹോസ്പിറ്റലുകളിലെല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതായത് നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവൽ നോർമൽ ആണോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈറ്റമിൻ ഡി, കാൽഷ്യം ഇതിൻ്റെയൊക്കെ ലെവൽസ് പ്രോപ്പർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് അറിയാൻ പറ്റും PCOD ഈ ഒരു കണ്ടീഷനിലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് കൺസീവ് ആകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു 1 ഇയർ ബിഫോർ ആയിട്ടെങ്കിലും നമ്മൾ അതിനുള്ള കെയറും ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ഇതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, നമുക്ക് തൈറോയ്ഡ് ലെവൽസിനകത്ത് എന്തെങ്കിലും ഫ്ലക്ച്വേഷൻ ഉണ്ടെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ തന്നെ മെഡിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി പീരീഡിൽ അധികം മെഡിസിൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് നമ്മുടെ ബേബിയുടെ ഹെൽത്തിനെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒരു 1 ഇയർ മുമ്പായിട്ട് തന്നെ സോൾവ് ഔട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു 6 മന്ത്സ് മുമ്പായിട്ടെങ്കിലും നമ്മൾ പ്രിപ്പയർഡ് ആകാനായിട്ട് ശ്രദ്ധിക്കാം. ഇത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മെന്റലി ഈ ഒരു സിറ്റുവേഷനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഈ ഒരു പ്ലാൻഡ് പ്രഗ്നൻസി. ഇനി അടുത്ത കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ചേഞ്ചസ് വരുന്ന ഒരു ടൈം പീരീഡ് ആണ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹോർമോൺ ഫ്ലക്ച്വേഷൻസ് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അപ്പം ആദ്യമായിട്ട് തന്നെ നടക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ടയേർഡ്നെസ് കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓൾമോസ്റ്റ് ആളുകളിൽ വൊമിറ്റിങ്, നോസിയ പോലെയുള്ള കണ്ടീഷൻസ് വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് 3 മന്ത്സ് ഒക്കെ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അഥവാ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ വൊമിറ്റിംഗ് ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ആളുകൾ, ചിലർക്ക് ഇങ്ങനെയൊന്നും ആകണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാനൊരു എൻ്റെ ഒരു സിറ്റുവേഷനിലൂടെയാണ് പറയുന്നത്. എനിക്ക് ഒരു ഫസ്റ്റ് 5th മന്ത് വരെ നല്ല രീതിയിൽ വൊമിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ബേസിക്കലി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം രാവിലെ
എണീറ്റ് വന്ന ഉടനെ തന്നെ ഇപ്പം മിക്കവർക്കും ഇപ്പോൾ ബ്രഷ് ചെയ്യുമ്പോഴൊക്കെ ആയിരിക്കും വൊമിറ്റിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് ഒന്ന് വായൊന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം എം ടി സ്റ്റൊമക്കിൽ പെട്ടെന്ന് വൊമിറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിലും ബെറ്ററാണ് രാവിലെ എണീറ്റ് വന്നു കഴിയുമ്പോൾ നമുക്ക് റസ്കോ ബിസ്ക്കറ്റോ, മധുരമുള്ളതല്ല കേട്ടോ പറയുന്നത്, ബിസ്ക്കറ്റോ ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും 1-2 പീസസ് കഴിച്ചിട്ട് അതിൻ്റെ കൂടുതൽ നമുക്ക് ചൂടുവെള്ളം എടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ചായ, കട്ടൻ ചായ അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കാം. അത് അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സമയം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് ബ്രഷ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. രാവിലെ തന്നെയുള്ള ആ ഒരു വോമിറ്റിങ് പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഫുഡിന്റെ കേസാണ്. രാവിലെ കൃത്യമായിട്ട് ഒരു എണീറ്റ് കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിനുള്ളിലായിട്ട് നിർബന്ധമായിട്ടും ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ കഴിക്കുന്നതാണ് ആക്ച്വലി ബേബിയുടെ ഗ്രോത്തിനും ഡെവലപ്മെന്റിനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് ട്രൈമിസ്റ്ററിൽ നിർബന്ധമായിട്ട് ഇൻക്ലൂഡ് ചെയ്യേണ്ട സപ്ലിമെന്റ് ആണ് ഫോളിക് ആസിഡ്. അതായത് ആദ്യത്തെ ഫസ്റ്റ് മന്തിൽ നമ്മുടെ ബേബിയുടെ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ന്യൂറൽ ട്യൂബ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആണ്. അപ്പോൾ ആ ഒരു ഡിഫക്റ്റുകൾ കാര്യങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ് ഫോളിക് ആസിഡ്. ഒരു 3 months മുമ്പായിട്ട് തന്നെ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുഡിന്റെ കാര്യമാണ്. ഇപ്പൊ രാവിലെ എന്ത് കഴിക്കണമെന്നൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ രാവിലെ എണീറ്റ് വരുന്നതേ തന്നെ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിനുശേഷം നമ്മുടെ വീട്ടിൽ നോർമലി പ്രിപ്പയർ ചെയ്യുന്ന അപ്പം, ദോശ, ഇഡ്ഡലി ഇങ്ങനത്തെ എന്ത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ എപ്പോഴും പ്രഗ്നൻസിയിൽ പറയുന്നതെന്ന് വെച്ചാൽ സ്മോൾ ഫ്രീക്വന്റ് മീൽസ് ആണ് എടുക്കേണ്ടത്. നമ്മൾ 3 നേരം കഴിക്കുന്ന ഭക്ഷണത്തിനെ ഒരു 6 നേരമോ 7 നേരമോ ആക്കി കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം ഈ ഒരു സമയത്ത് നമുക്ക് ഡൈജസ്റ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. ബ്ലോട്ടിങ്, വോമിറ്റിങ് ഇതെല്ലാം വരുമ്പോൾ നമ്മൾ ഓവറായിട്ട് ഫുഡ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു സിറ്റുവേഷൻ കുറച്ചുകൂടി വേഴ്സ് ആക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും, നമ്മളൊരു നോർമലി ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീമെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 1500 തൊട്ട് 1800 കിലോ കാലറി വരെയാണ് ഡെയിലി ബേസിസിൽ കഴിക്കുന്നത്. അപ്പൊ പ്രഗ്നൻസി പീരീഡിൽ ഒരുപാട് ഇപ്പം പണ്ടൊക്കെ പറയാറുണ്ട്, അതായത് 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം. അത് ശരിക്കും ഒരു റോങ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുന്നത്, ഒരു ചെറിയൊരു ക്വാണ്ടിറ്റിയും കൂടെ കൂടുതലാണ് എക്സ്ട്രാ എടുക്കുന്നത്. അതായത് ഏകദേശം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 1800 തൊട്ട് ഒരു 2000 കാലറി വരെ നമുക്ക് ആദ്യത്തെ ട്രൈമിസ്റ്ററിൽ എടുക്കാവുന്നതാണ്. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ഓവറായിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബുദ്ധിമുട്ടേ ആക്കത്തുള്ളൂ. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു 9 മാസം കൊണ്ട് ഒരു 10 തൊട്ട് 15 kg വരെ ഗെയിൻ ആകും വെയിറ്റ്. അതാണ് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയിറ്റ് ഗെയിൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ 15-20 കിലോയിൽ മേളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ഈ ഒരു പോസ്റ്റ്പാർട്ടം ഫേസിൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും നമുക്കിത് വെയിറ്റ് കുറയ്ക്കാനും പിന്നെ നമുക്ക് പഴയ രൂപത്തിലോട്ട് തിരിച്ചു വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ എപ്പോഴും ഹെൽത്തി ആയിട്ടുള്ള ഒരു റേഞ്ചാണ് ഞാൻ ഈ പറഞ്ഞ 10 തൊട്ട് 15 കിലോ വരെ നമ്മൾ വെയിറ്റ് എന്തായാലും കൂടും. അത് ഓട്ടോമാറ്റിക്കലി ഒരു 1 ഇയറിനുള്ളിൽ നമുക്ക് റെഡ്യൂസ് ചെയ്ത് നമ്മുടെ പഴയ വെയിറ്റിലോട്ട് വരാനായിട്ട് പറ്റുന്നതാണ്. ഇനി അടുത്തത്, ഇപ്പൊ ഫുഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. രാവിലെ കഴിക്കുന്ന നമ്മുടെ നോർമൽ ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഇന്ത്യൻ ഫുഡ് എന്ത് വേണമെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണ്. കാർബോഹൈഡ്രേറ്റ്സും പ്രോട്ടീൻസ് ഒക്കെ വരുന്ന രീതിയിൽ വേണം നമ്മൾ കഴിക്കാനായിട്ട്. അപ്പൊ എപ്പോഴും രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ കറികളായിട്ട് കടല, പയറ്, ചെറുപയർ, സാമ്പാർ ഇങ്ങനത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കറി ഐറ്റം കൂടെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു സമയത്ത് നമുക്ക് നല്ല രീതിയിലുള്ള ഗ്യാസ്ട്രിക് പ്രശ്നങ്ങൾ കാണും. അപ്പം പരമാവധി കറിയൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനകത്ത് ജിഞ്ചറും ഗാർലിക്കും ഇട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി ക്വാണ്ടിറ്റിയുടെ കാര്യമാണ് പറയുന്നത്. നമ്മൾ നോർമലി ഇപ്പം ഒരു 3 4 ഒക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ അതിനെ റെഡ്യൂസ് ചെയ്ത് ഒരു 2 നമ്പറിലോട്ട് ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. കറികളുടെ അളവ് കൂട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഒരുപാട് സ്പൈസി ഫുഡ് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 11 മണി ആ ഒരു സമയമാകുമ്പോൾ നിർബന്ധമായിട്ട് ഒരു ഫ്രൂട്ട് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് എന്ത് ഫ്രൂട്ട് വേണമെങ്കിലും ഈ ഒരു സമയത്ത് കഴിക്കാവുന്നതാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമാവധി ജ്യൂസ് ആക്കാതെ, അതായത് മധുരം എക്സ്ട്രാ ആഡ് ചെയ്യാണ്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ പപ്പായ പലരും പറയാറുണ്ട് ഈ ഒരു പീരീഡിൽ കഴിക്കരുത് അങ്ങനെ. അത് ശരിക്കും ഒരു മിസ്കൺസെപ്റ്റ് ആണ്. കാരണം പപ്പായക്കകത്ത് പപ്പൈൻ ഉണ്ട്. അത് ആക്ച്വലി റോ പപ്പായക്കകത്താണ് പ്രസന്റ്. അപ്പൊ റോ പപ്പായ കഴിക്കാൻ നോക്കിയാൽ മതി. അല്ലാതെ നോർമൽ പഴുത്ത പപ്പായയുടെ ഒരു പീസ് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇനി അടുത്തതാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഓറഞ്ച് കഴിക്കാം, അല്ലെങ്കിൽ ആപ്പിള്. എല്ലാ ദിവസവും ഒരു ഫ്രൂട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ല പ്രഗ്നൻസിയിലാണെന്ന് പറഞ്ഞിട്ട് കുറേ ഫ്രൂട്ട് എടുത്തിട്ട് കഴിക്കാനായിട്ട് നിൽക്കണ്ട.
ഇനി അടുത്ത ഫ്രൂട്ട്സിന്റെ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, നമുക്ക് ഈ ഒരു സമയത്ത് ഷുഗർ ഫ്ലക്ച്വേഷൻസ് വരാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് പരമാവധി ഷുഗർ ലിമിറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഷുഗർ ഒക്കെ കൂടുന്നത് ഈ ബേബിയുടെ ഹെൽത്തിന് അത്ര നല്ലതല്ല. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്ട്രാ ഷുഗേഴ്സ് പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് കുറച്ച് ഫുഡ് ക്രേവിങ്സ് കൂടുതലായിരിക്കും. ഇപ്പൊ ചിലർക്ക് ഇപ്പൊ ലഡു, ജിലേബി, അപ്പൊ ലൈക്ക് നമുക്ക് ഇഷ്ടമാണെങ്കിൽ കഴിക്കുക, പക്ഷെ അത് ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്ത് വല്ലപ്പോഴും കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാലും പരമാവധി ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തത് നമ്മുടെ ഉച്ചയൂണിന്റെ കാര്യമാണ്. അത് ഏകദേശം ഒരു 12:30 ഒക്കെ ആവുമ്പം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പം വർക്കിംഗ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പം ചില വർക്ക് പ്ലേസിലൊക്കെ 2 മണിക്കൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. പക്ഷെ ഇപ്പം പ്രഗ്നന്റ് ആണ് അതൊക്കെ ഒന്ന് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ലഞ്ചൊക്കെ എടുക്കാനായിട്ട് അവിടെ നിന്നൊക്കെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ഒരു 12:30 ലഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ലഞ്ച് കഴിക്കുമ്പോൾ ഒരു ചെറിയ പോർഷൻ സാലഡ്, നമുക്ക് കുക്കുംബറോ ഒനിയനോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ആഡ് ചെയ്യാം. പിന്നെ നിർബന്ധമായിട്ടും എന്തെങ്കിലും ഒരു നോൺ വെജ് സോഴ്സ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് വേണമെങ്കിൽ മുട്ട എടുക്കാം, അല്ലെങ്കിൽ ചിക്കൻ എടുക്കാം, ഫിഷ് എടുക്കാം, എന്തായാലും പ്രോബ്ലം ഇല്ല. പരമാവധി റെഡ് മീറ്റുകൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോലെ മീനിന്റെ ഒക്കെ കേസിലാണെങ്കിൽ ചെറിയ മീനുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വലിയ മീനിനകത്ത് കൂടുതലായിട്ട് മെർക്കുറിയുടെ പ്രസൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ഈ വലിയ മീനുകളൊക്കെ ആഴക്കടൽ ഏരിയയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ അവിടെയാണ് ഈ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെ ഫിഷിന് കുറച്ച് കൂടുതൽ ടോക്സിക് ആക്കാനായിട്ടുള്ള ചാൻസസ് ആണ്. അപ്പൊ അതുകൊണ്ട് വലിയ മീനുകൾ റെഡ്യൂസ് ചെയ്തിട്ട് ചെറിയ മീനുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മീൻ നമുക്ക് കറി വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എയർ ഫ്രൈ ചെയ്തിട്ടൊക്കെ എടുക്കാവുന്നതാണ്. പരമാവധി എണ്ണ, കൊഴുപ്പ് ഇതിന്റെയൊക്കെ അളവ് നിയന്ത്രിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ തന്നെ ഇലക്കറികൾ നിർബന്ധമായിട്ടും എടുക്കുക. നമുക്കൊരു ചീരക്കറിയോ മുരിങ്ങയില കറിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇലക്കറി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഗ്രീൻ കളേർഡ് വെജിറ്റബിൾസ് എടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുമ്പം ഒരുപാട് വയറ് പൊട്ടിപ്പോകുന്ന പോലെ കഴിക്കാനായിട്ട് നിൽക്കരുത്. ഒന്ന് ലിമിറ്റ് ചെയ്ത് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇപ്പം പെട്ടെന്ന് ഇത്ര ഫുഡ് കഴിച്ചു, അതിന്റെ കൂട്ടത്തിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊന്നും അത്ര പ്രശ്നം കാണത്തില്ല. സെക്കൻഡ് തേർഡ് ഒക്കെ ആകുമ്പോൾ, പ്രത്യേകിച്ച് തേർഡ് ട്രൈമസ്റ്ററിലോട്ടൊക്കെ എത്തുമ്പോഴത്തേക്കും ബേബിയുടെ ഗ്രോത്ത് അത്യാവശ്യം നന്നായിട്ടായി തുടങ്ങും. അപ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ഇൻറ്റസ്റ്റൈൻ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുഷ് ഔട്ട് ചെയ്ത്, അതായത് ചുരുക്കി ആണ് നമ്മുടെ യൂട്രസ് വളരുന്നത്. അപ്പൊ അതനുസരിച്ച് ബേബിയുടെ ഗ്രോത്ത് അനുസരിച്ച് നമുക്ക് ഫുഡ് ഡൈജസ്റ്റ് ചെയ്യാനും ഫുഡിന് ഇൻടേക്ക് നിയന്ത്രിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പൊ അതുകൊണ്ട് ഇടവിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഉച്ചയ്ക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചോറ് കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഗ്ലാസ് പാലായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ചായ ആയിട്ടോ കാപ്പിയായിട്ടോ എന്തായാലും മിൽക്ക് നിർബന്ധമായിട്ടും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിന് കൂടുതൽ നമുക്ക് വേണമെങ്കിൽ 2 ബ്രെഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിസ്ക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക. എന്നാൽ പ്രത്യേകിച്ച് പ്രഗ്നൻസിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇങ്ങനെ വിശന്നിരിക്കാൻ പാടില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് എനർജി നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉച്ച സമയത്തെ കാര്യമാണ്. പറ്റുവാണെങ്കിൽ ഒരു 1 hour ഒക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഉറങ്ങണമെന്നല്ല പറയുന്നത്. കാരണം നമുക്ക് ഒത്തിരി ഈ പറഞ്ഞ പോലെ ഹോർമോൺ ചേഞ്ചസ് ശരീരത്തിൽ നടക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ പ്രൊജസ്ട്രോൺ ലെവലും പിന്നെ ഈസ്ട്രജന്റെ ഒക്കെ ലെവൽസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം, ടയർഡ്നെസ് ഒക്കെ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു 1 hour റെസ്റ്റ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ലതാണ്. കഴിച്ച ഉടനെ പോയി കിടക്കാനല്ല പറയുന്നത്, കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഒന്ന് കിടക്കുന്നത് വളരെ നന്നായിരിക്കും. പ്രത്യേകിച്ച് സെക്കൻഡും തേർഡ് ട്രൈമസ്റ്ററിലോട്ടൊക്കെ എത്തുന്ന ആ ഒരു സമയത്ത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിന്നറാണ്. ഏർലി ഡിന്നർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു 7:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഡിന്നർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയോ അല്ല നിങ്ങൾക്ക് ഇപ്പൊ ചോറ് കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ചോറോ കഴിക്കാവുന്നതാണ്. കാരണം നമുക്ക് ഈ സമയത്ത് കാർബോഹൈഡ്രേറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പൊ അല്ലാതെ നമ്മൾ ഡയറ്റ് എടുക്കുന്ന ഒരു രീതിയിൽ രാത്രിയിൽ ചോറ് കഴിക്കരുത് അങ്ങനെയൊന്നും ഇല്ല. ചോറ് കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രോബ്ലം ഇല്ല. പക്ഷെ ചോറ് എടുക്കുന്ന അതേ ക്വാണ്ടിറ്റിയിൽ കറികൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് ഇലക്കറികളൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പരമാവധി രാത്രി സമയത്ത് നോൺ വെജ് അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ നമുക്ക് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഭയങ്കര കൂടുതലായിരിക്കും ഈ ഒരു സമയത്ത്. അപ്പം ഇറച്ചി മീനൊക്കെ ആകുമ്പോഴത്തേക്കും ദഹിക്കാൻ കുറച്ച് കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള ഫുഡ് എടുക്കുന്നതാണ് ഭയങ്കരമായിട്ട് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് ഒരു 7 മണിക്കൊക്കെ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ വിശക്കാൻ തുടങ്ങും. കിടക്കുന്നതിന് ഇപ്പുറമായിട്ട് നമുക്ക് ഒരു ഗ്ലാസ് പാലൂടെ കുടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പൊ ആ പാലിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് നട്ട്സ്, ഒരു ഹാൻഡ് ഫുൾ ഓഫ് നട്ട്സ്
സോക്ക് ചെയ്തിട്ട് അതൊന്ന് ബ്ലെൻഡ് ചെയ്തൊരു സ്മൂത്തി പോലെ ആക്കി, മധുരം ഇട്ടിട്ടല്ല കേട്ടോ പറയുന്നത്, അങ്ങനെ കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പ്രഗ്നൻസി പീരീഡിൽ എന്തൊക്കെ ഭക്ഷണ സാധനങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടതെന്നാണ് പറയാൻ പോകുന്നത്. മെയിൻ ആയിട്ട് നമ്മൾ പുറത്തുനിന്നുള്ള ഫുഡ് ഐറ്റംസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രഗ്നൻസി ക്രേവിങ്സ് ഒക്കെ വരുവാണെങ്കിൽ തന്നെ പരമാവധി ഇങ്ങനെ ഇപ്പം ബിരിയാണി കഴിക്കാൻ അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ വീട്ടിൽ പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മധുരം, പ്രത്യേകിച്ച് ഈ പറഞ്ഞ പോലെ ലഡു, ജിലേബി, കേക്ക്, ഇതൊക്കെ നമുക്ക് കഴിക്കാൻ ഉറപ്പായിട്ടും ടെൻഡൻസി വരും. പക്ഷെ അത് ലിമിറ്റ് ചെയ്ത് വല്ലപ്പോഴും കഴിക്കുന്നത് ഓക്കെയാണ്. പക്ഷെ റെഗുലർ ആയിട്ട് പുറത്തുനിന്നുള്ള മധുരം അടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അടുത്തതാണ് എന്താ പറയുന്നത്, പാസ്ചറൈസ്ഡ് അല്ലാത്ത, അതായത് ഈ പറഞ്ഞ പ്രോപ്പർ ആയിട്ട് പ്രോസസ്ഡ് അല്ലാത്ത മിൽക്കിന്റെ ഉൽപ്പന്നങ്ങൾ, അതായത് റോ ഫോമിലുള്ള പാല്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ റോ ഫോമിലുള്ള മീറ്റ്, ഇങ്ങനെ ഈ പറഞ്ഞ പോലെ സൂഷി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വാട്ടർ ഇൻടേക്കിന്റെ കാര്യമാണ്. ശരിക്കും ഈ ഒരു പീരീഡ് ഓഫ് ടൈമിങ്ങിന് ഏറ്റവും കൂടുതൽ സ്ത്രീകളിൽ വരുന്ന ഒരു പ്രശ്നമാണ് UTI അഥവാ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. നമ്മൾ എത്ര വെള്ളം കുടിച്ചാലോ നമ്മൾ ശ്രദ്ധിച്ചാലോ വരാനുള്ള പോസിബിലിറ്റി കൂടുതലാണ്. അപ്പൊ നമ്മളൊരു എക്സ്ട്രാ പ്രിക്കോഷൻ പോലെ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ അതിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഡെയിലി ബേസിസിൽ ഒരു 3 ലിറ്റർ വെള്ളം നിർബന്ധമായിട്ടും കുടിക്കുക. നിങ്ങൾ പറ്റുവാണെങ്കിൽ 3 കുപ്പിക്കകത്ത് അല്ലെങ്കിൽ 3 ബോട്ടിലിന്റെ അകത്ത് എടുത്ത് വെച്ചിട്ട് നിങ്ങളുടെ വെള്ളം നിങ്ങൾ കുടിക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ഫ്രീക്വന്റ് യൂറിനേഷൻ ഒക്കെ കോമൺ ആയിരിക്കും ഈ ഒരു ഫേസിൽ. കാരണം ഈ പറഞ്ഞ പോലെ ബേബി നമ്മുടെ യൂട്രസിൽ ഇരിക്കുന്നു, ബേബിയുടെ മൂവ്മെന്റ്സ് ഒക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് ഈ പെട്ടെന്ന് യൂറിൻ പോകാനായിട്ടൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ അതൊന്നും ഓർത്ത് ഒട്ടും ടെൻഷൻ ആകേണ്ട കാര്യങ്ങളൊന്നുമില്ല. അതൊക്കെ ആ ഒരു ഫേസിൽ കോമൺ ആണ്, എല്ലാവർക്കും ഉള്ള ഇഷ്യൂ ആണ് ഈ പറഞ്ഞ പോലെ അൺകൺട്രോൾഡ് യൂറിൻ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഇങ്ങനെ ഡ്രിപ്പിംഗ് ഒക്കെ പോലെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇപ്പം നമുക്ക് എന്താ പറയുന്നത്, സാനിറ്ററി പാഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ക്ലോത്ത് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എന്ന് വെച്ചുകൊണ്ട് വെള്ളം കുടിക്കാതിരിക്കരുത്, വെള്ളം കുടിക്കണം. വെള്ളം കുടിച്ചില്ലെങ്കിൽ നടക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരും, നമുക്ക് നടുവേദന, കാലുവേദന, വയറുവേദന, ഇങ്ങനത്തെ പ്രശ്നം വരും. അത് കൂടാതെ തന്നെ എയർലി എന്താ പറയുന്ന ചൈൽഡ് ബർത്തിനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അതൊക്കെ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആണ്. വാട്ടർ ബ്രേക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. വെള്ളം കുടിക്കുന്നത് നമുക്ക് നമ്മുടെ ബേബിയുടെ ഹെൽത്തിന് ഒരുപാട് ബെനഫിഷ്യൽ ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനായിട്ട് നിങ്ങൾ മറന്നു പോകണ്ട. ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വൈറ്റമിൻസും മിനറൽസും പ്രോപ്പറായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം പറഞ്ഞ പോലെ തന്നെ ആദ്യമേ തന്നെ ഒരു പ്രഗ്നൻസിക്ക് ഒരു 3 മാസം മുമ്പ് തൊട്ട് ആദ്യത്തെ ഒരു ഫസ്റ്റ് ട്രൈമിസ്റ്റർ വരെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളിക് ആസിഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനിയിപ്പം ചിലർക്കൊക്കെ വേറെ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുന്നത് ഗൈനക്കോളജിസ്റ്റ് ഉറപ്പായിട്ടും അതിനുള്ള സപ്ലിമെന്റ്സ് തരും. അപ്പൊ അത് പേടിച്ചാരും കഴിക്കാതിരിക്കരുത്, നിർബന്ധമായിട്ടും കഴിക്കുക. ഇനി ഫസ്റ്റ് ട്രൈമിസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡിലോട്ട് കയറുമ്പോൾ നമ്മൾ എടുക്കുന്നത് കാൽഷ്യം അയണും ആണ്. അത് നമ്മൾ ത്രൂ ഔട്ട് ദ പീരീഡ് കാൽഷ്യം അയണും എടുക്കുന്നുണ്ട്. അതും ഈ പറഞ്ഞ പോലെ തന്നെ ബേബിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ബോൺസിന്റെ ഒക്കെ ഫോർമേഷൻ, ഇതിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ ഒരു ഫേസിൽ ഈ പറഞ്ഞ പോലെ കാൽഷ്യം ഡെഫിഷ്യൻസി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ സപ്ലിമെന്റ്സ് എടുക്കുന്നത്. അത് കൂടാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് കാൽഷ്യം റിച്ച് ഫുഡ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതായത് കാൽഷ്യം റിച്ച് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാല്, മുട്ട, നോൺ വെജ്, ഇതിനകത്തൊക്കെ കൂടുതലായിട്ട് കാൽഷ്യം പ്രസന്റഡ് ആണ്. അപ്പൊ കഴിക്കുന്ന മീൽസിനകത്ത് കാൽഷ്യം അടങ്ങിയിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഉണ്ട് എന്ന് ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ചിലരുടെ കേസിൽ, അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ PCOD ഒക്കെ പോലെ കണ്ടീഷനൊക്കെ ഉള്ള ആളുകൾക്ക് പ്രഗ്നൻസി പീരീഡിൽ ത്രൂ ഔട്ട് നമ്മൾ എക്സ്ട്രാ ഹോർമോൺസ് കൂടെ എടുക്കുന്നുണ്ട്. അതായത് പ്രൊജസ്ട്രോൺ പോലെയുള്ള ഹോർമോൺസ് കൂടെ നമ്മൾ എക്സ്റ്റേണലി എടുക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ പ്രഗ്നൻസി ഫേസ് മാക്സിമം ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ശരീരത്തിൽ ഡിസ്കളറേഷൻ വരും, നമുക്ക് വെയിറ്റ് കൂടും. പിന്നെ സെക്കൻഡ് തേർഡ് ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ഓരോ വീക്കിലും നമ്മുടെ ബോഡിയിൽ സൈസ് കൂടിക്കൊണ്ടിരിക്കും. നമുക്ക് ഈവൻ ഒരു ഡ്രസ്സ് പോലും മാച്ച് ആകത്തില്ല, സ്യൂട്ട് ആകത്തില്ല. അപ്പൊ അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിൽ കൂടെയാണ് പോകുന്നത്. പക്ഷെ അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക. കാരണം ഈ ഒരു ഫേസ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്ക് ടു നമ്മുടെ നോർമൽ ലൈഫിലോട്ട് വരാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു അപ്കമ്മിങ് ന്യൂ ബോണിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ലൈക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ഇതാണ്. പിന്നെ നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം അത് ആക്ച്വലി ഭയങ്കര എന്താ പറയുന്നത്, നമുക്ക് ഈ ഒരു ഫേസ് കുറച്ചുകൂടെ സ്മൂത്തർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും.
നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ പേരൻസ് അവരുമായിട്ട് മാക്സിമം കണക്റ്റഡ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതല്ല ഈ എന്താ പറയുന്നത്, ഇപ്പൊ പുറത്തൊക്കെയുള്ള ആൾക്കാർ, അങ്ങനെ പലയിടത്ത് ജീവിക്കുന്ന ആൾക്കാർ കാണും. അപ്പം ഫാമിലി ആയിട്ടൊന്നും കണക്റ്റഡ് അല്ലല്ലോ, അങ്ങനെയൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ജസ്റ്റ് അവരുമായിട്ട് ഫോൺ വിളിക്കുക, അങ്ങനെയൊക്കെ അവരുമായിട്ട് സംസാരിക്കുക, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. മാക്സിമം മറ്റുള്ളവരുമായിട്ട് നമ്മുടെ ആ ഒരു കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് പറയുക, അല്ലെങ്കിൽ നമുക്ക് അത് അറിയാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടു, ഈ ഉറക്കത്തിന്റെ കാര്യമാണ്. മാക്സിമം ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. സമയമൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ 1 മണിക്കൂറൊക്കെ കിടക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ 8 മണിക്കൂർ നിർബന്ധമായിട്ട് ഉറങ്ങുക. ഇനി അടുത്ത എക്സസൈസ് ആണ്. എക്സസൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫേസിൽ ഓരോരുത്തരുടെയും ബോഡി ഡിഫറെൻ്റ് ആണ്. അപ്പം നിങ്ങൾ ചിലർക്ക് ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞിട്ട് കാണും 3 മാസം കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കണം, അല്ലാതെ ഓടിച്ചാടി അതും ഇതും പരിപാടികളൊന്നും ചെയ്യരുതെന്ന്. ചിലർക്ക് അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പം എന്താണ് നിങ്ങളുടെ ബോഡി ടൈപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്രസ് എങ്ങനെയാണ്, ഇതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ട് മാത്രം എക്സസൈസസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് 3 മന്ത്, അതായത് 3rd ട്രൈമസ്റ്ററിലൊക്കെ ആയിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത്യാവശ്യം ഒന്ന് നടക്കുന്നതൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ നമുക്ക് പ്രഗ്നൻസി, അതായത് ഡെലിവറി ഒക്കെ കുറച്ചൊന്ന് സ്മൂത്തർ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഡെയിലി ബേസിസിൽ ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഒക്കെ ജസ്റ്റ് വീട്ടിൽ കൂടെ പുറത്തൂടെ ഒക്കെ നടക്കുന്നത് നല്ലതാണ്. ഒത്തിരി ഹെവി വർക്കൗട്ട് കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. സിമ്പിൾ ആയിട്ടുള്ള യോഗ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതേപോലെ തന്നെയാണ് പോസ്റ്റ് പാർട്ടം ആ ഒരു ഫേസ്. ശരിക്കും ഡെലിവറി കഴിഞ്ഞ് ആദ്യത്തെ ഒരു ഫസ്റ്റ് 4 വീക്സിനെയാണ് നമ്മൾ ആ ഒരു പോസ്റ്റ് പാർട്ടം ഫേസ് എന്ന് പറയുന്നത്. ശരിക്കും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പുതിയൊരാൾ വരികയും ചെയ്തു, അതുകൂടാതെ നമ്മൾ വേറൊരു ഫേസിലോട്ടാണ് പോകുന്നത്. അപ്പൊ ആ കാര്യം ഒന്ന് ഓർത്ത് ഇപ്പൊ ഒത്തിരി എന്താ പറയുന്ന കാര്യങ്ങൾ, പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ് പാർട്ടം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്, അപ്പൊ നമ്മൾ അതൊന്നും ഓർത്ത് ഒന്നും തിങ്ക് ചെയ്യുവോ വെറിയാവോ ഒന്നും ചെയ്യണ്ട. നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ബേബിയുടെ ഹെൽത്ത് അത് പ്രോപ്പർ ആക്കാനായിട്ട് നമ്മളെ കഴിയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ നമുക്കുള്ള സപ്പോർട്ട് സിസ്റ്റം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇനിയും പോസ്റ്റ് പാർട്ടം ഏത് സമയത്താണ് വർക്കൗട്ട് തുടങ്ങേണ്ടത്, ഡയറ്റ് തുടങ്ങേണ്ടത്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോയിലൂടെ. അപ്പൊ ഇനി ആർക്കെങ്കിലും പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ എൻക്വയറി നമ്പർ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വാട്സാപ്പ് ചെയ്യുവോ വിളിക്കുകയോ ചെയ്താൽ മതി. നിങ്ങൾക്ക് കോഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് സിസ്റ്റം ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ദിസ് ഇസ് ജെഫ്രിയ സൈനിങ് ഔട്ട് ഫ്രം ദിസ് വീഡിയോ. ബൈ.